കുറച്ചായല്ലോ കണ്ടിട്ട് നിങ്ങളെ. എന്തെടുക്കായിരുന്നു ഇത്ര ദിവസം? പ്രത്യേകിച്ചൊന്നും ഇല്ല. ഉം, പിന്നെ പുതിയ മരുവള് വന്നതല്ലേ, ഉം, നമുക്ക് പരിചയമില്ലല്ലോ. ഉം, ഓളെ മട്ടും പാവൊന്ന് പഠിച്ചുണ്ടാക്കണ്ടേ, അപ്പൊ ഉം. അതിന്റെ ഒരു സമയം. ഓ, അങ്ങനെ ഗവേഷണത്തിലായിരുന്നു അല്ലേ? ഉം. എങ്ങനെയുണ്ട് മരുമോള്? ഓ, മരുമോള് നല്ല ഉഷാറാ. ആ. ഒരു ഉം, വാക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഉം, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു മുഴുവനാണ്ട, ഉം, അപ്പൊ ആ പണിയോട് എടുത്തോളൂ. ഉം, എനിക്കൊരു പണി ഉണ്ടാവില്ല പെരയില്, ഉം, ഫുള്ള് ഓളന്നെ എടുക്കും. ഉം, രാവിലെ നീച്ചിങ്ങളോട് പറയണ്ട എല്ലാ പണിയെടുത്ത് കഴിച്ചേക്കും. ഉം, ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഉം, മറ്റേ യന്ത്രമനുഷ്യല്ലേ, ഉം. റോബോട്ട്. റോബോട്ട്. റോബോട്ടിന്റെ മാതിരിയാ ഉം, ഒക്കെ അങ്ങനെ എടുക്കുക. ഉം. ഒന്നും ഇങ്ങോട്ട് പറയണൊന്നുമില്ല. അങ്ങനെയല്ലേ? അത്ര നല്ലൊരു മോളെയാ കിട്ടിയ. നല്ല ഭാഗ്യമുണ്ട് കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ ഒന്ന് പറഞ്ഞാൽ രണ്ട് ഇങ്ങോട്ട് പറയുന്ന കാലമല്ലേ ഇത്. മറ്റു മരുമക്കളെ രണ്ടും വേറെ വീടെടുത്ത് പോയില്ലേ? ഐറ്റങ്ങള് പോയി. അതാണ് ചെറിയ മോനല്ലേ അത്. ചെറിയ മോനും മരുമോളും അമ്മായിയമ്മയും. ഇനി ബാക്കി ജീവിതം അങ്ങനെ സുഖമായി പോട്ടെ അല്ലേ? എത്ത് സുഖം അതൊക്കെ. നമ്മള് പറഞ്ഞ അങ്ങനെ കേൾക്കുക, അങ്ങനെ എടുക്കുക. ഒരക്ഷരം ഇങ്ങോട്ടില്ല. മുഖം ഇത് ഒരു ഭാഗം കാണിച്ചാൽ മറ്റും കൂടി കാണിച്ചു തരും. അങ്ങനത്തെ ഒരു ടൈപ്പ്. ഒരെടുങ്ങേറ് പെരയിൽ നിന്നിട്ട് നമ്മൾ ഈ അവാർഡ് പടം കാണൂല, അവാർഡ് ഫിലിം, അതേ അവസ്ഥ ഇപ്പം എൻ്റെ പെരയിൽ. ആദ്യത്തെ മരുക്കളൊക്കെ ഉണ്ടായ സമയത്ത് എന്തേനീന്നറിയോ എൻ്റെ പെരയിൽ ഒരു യുദ്ധം കഴിഞ്ഞാതിരി ഐറ്റങ്ങളോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാല് ഐറ്റ പേരെടുത്ത് പോയി അത് പോയിക്കോട്ടെ. ഈ ബന്നതോ ഒരു ഗുണമില്ല, ദോഷമില്ല. അങ്ങനെ അവസാനം എനിക്ക് മടുത്ത് പോയി. രണ്ടും കളിപ്പിച്ച് ഞാൻ കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ അവിടെ ഉണ്ടാക്കി. ഇവള് രാവിലെ നേരം വെളുത്ത് നീച്ചാൽ ഇപ്പൊ പത്തിരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, ഉദാഹരണത്തിന് പത്തിരി ഉണ്ടാക്കാണെങ്കിൽ ഇവളെല്ലാവർക്കും കണക്കാക്കി അങ്ങോട്ടും ഇല്ല അങ്ങനെ ഒരു നോർമൽ ഇതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ചില ദിവസം 2 പത്തിരി ഒന്നും ബാക്കി പത്തിരി ബാക്കിയല്ലേ. അപ്പൊ എന്തായി, ഇങ്കോളെ ചീത്തറിയാം, ഇജ്ജ് എന്തിനാ ഈ സാധനം ഇങ്ങനെയൊക്കെ ബാക്കിയാക്കി ഉണ്ടാക്കണേ, എന്റെ മോൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ബാക്കിയാക്കി ഉണ്ടാക്കാനുള്ള അങ്ങനെ ചോദിച്ചു ഞാൻ ഇടക്ക്. അപ്പൊ എനിക്കൊരു ഉഷാറാട്ടോ ചോദിച്ചപ്പോ. ചില ദിവസം എന്ത് ചെയ്യുന്നറിയോ, ഇവള് പത്തിരി ഉണ്ടാക്കും, ഞാൻ നേരത്തെ പോയി കുറച്ച് തോനെ തിന്നു. അപ്പൊ മോനൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്തിനാ ജി ഇതൊന്നായിട്ട് പിന്നെ എന്റെ പെരേക്ക് ഉണ്ടാവാനാണോ അങ്ങനൊക്കെ ചോദിച്ചു ഞാൻ. അത് എത്ത് കാട്ടാനാ സംഭവം തന്നെ കേട്ടോ. വല്ലാത്തൊരു ബുദ്ധി തന്നെ നിങ്ങളത്. എന്നിട്ട് പുകച്ചിട്ട് കത്തിയോ? പിന്നെ പുകച്ചിട്ട് കത്താതൊക്കെ ഇത് റുക്കിയ കത്തിച്ചേ. ഓളല്ല, അപ്പുറം വന്നാലും റുക്കിയക്ക് കത്തിച്ചാ നിച്ചുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ റുക്കിയാത്തെ, ഈ സമാധാനം എന്ന് പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലല്ലേ?